സൂപ്പർ അല്ലേ, സൂപ്പർ. എല്ലാവർക്കും നമസ്കാരം. വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വറ്റിച്ചത്. എൻ്റെ പ്രിപ്പറേഷൻ അല്ല, ടിനി ചേച്ചിയുടെ പ്രിപ്പറേഷനാണ്. നമ്മുടെ സുഹൃത്തും നമ്മുടെ വീടിൻ്റെ അയലോക്കത്തും ഉള്ള ചേച്ചിയാണ് ടിനി ചേച്ചി. അപ്പോൾ ടിനി ചേച്ചിയുടെ പ്രിപ്പറേഷനാണ് ചിക്കൻ വറ്റിച്ചത്. അപ്പോൾ നമുക്ക് ചിക്കൻ വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ വീഡിയോകൾ എപ്പോഴൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. ഒരു അടിപൊളി ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാലേ ഉള്ളൂ ഞാൻ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ വ്ലോഗ്സ് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ 3 കിലോ വൃത്തിയായി കഴുകി വെച്ച ചിക്കനിലേക്ക് എന്തൊക്കെ മസാല ചേർക്കുന്നത്? ഒരു 8 അല്ലെങ്കിൽ 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക്, ഇത് 3 കൂടി മിക്സ് ചെയ്ത് അരച്ചത് പേസ്റ്റ്, പിന്നെ ആണെങ്കിൽ 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ മിക്സ് ചെയ്തു. ഇത് അരച്ച് പുരട്ടി ഇത്ര മണിക്കൂറോ വല്ലതും വെക്കണോ, അങ്ങനെ വല്ലതും വേണോ? ഇതെല്ലാം കൂടെ പുരട്ടി ഒരു നാരങ്ങായും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഈ അരപ്പൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നാരങ്ങ പിഴിയണം അല്ലേ? ഒരു നാരങ്ങ ചേർത്താൽ മതി അല്ലേ? ഒരു നാരങ്ങ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെ എന്തും വേണോ? വേണ്ട, ഇത് അരമണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. മൂടിയല്ലേ? അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി വഴറ്റായിരിക്കുമല്ലോ. അന്നേരപ്പത്തേന് നമ്മൾ സവോള ഇതിനകത്ത് കൂടുതൽ ചേർക്കണം. സവോളയുടെ ആ ടേസ്റ്റാണ് ഇതിന് കൂടുതൽ വേണ്ടത്. സവോളയും ചെറിയുള്ളി അല്ലേ? ചെറിയുള്ളി വേണ്ട, സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില ഇതെല്ലാം കൂടെ വഴറ്റി ചേർക്കണം. നമ്മൾ 1 മണിക്കൂർ മുമ്പ് വെച്ച ചിക്കൻ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ടല്ലേ, അതിൻ്റെ വെള്ളം വറ്റാൻ. അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇറച്ചിന്നുള്ള വെള്ളം ഇറങ്ങി വറ്റണം. ആണല്ലോ, കണ്ടത് തിളക്കുന്നുണ്ട് ചെറുതായിട്ട്. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തിളച്ച് വറ്റണം അല്ലേ? വറ്റി വരുമ്പോൾ നമ്മളിവിടെ സവോള വഴറ്റാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചതിനകത്ത് ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തിളക്കുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടെ വറ്റിക്കഴിഞ്ഞ് നമ്മൾ സവോള ഇട്ട് വഴറ്റിയതിന് ശേഷം ചിക്കൻ വറ്റിച്ചത് റെഡിയാവുന്നതായിരിക്കും. പിന്നെ ഇത് 3 കിലോ ചിക്കനാണുള്ളത് കേട്ടോ. നന്നായിട്ട് തിളക്കുന്ന തിള ഉണ്ടോ? ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയുള്ള വെള്ളം വേറെ നമ്മൾ അഡീഷണൽ ചേർത്തിട്ടില്ല. നമ്മൾ ഏകദേശം 15 ചെറിയ സവോളയ്ക്ക് വേണ്ടിയുള്ള എണ്ണയാണ് എടുത്തേക്കുന്നത്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഇനി കടുകല്ലേ, കടുക് ഇടാം. നല്ല എണ്ണ നന്നായിട്ട് തിളച്ചായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി കിട്ടുന്നുണ്ട് കടുക്. അതിലേക്ക് എന്നാക്കെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില. ഈ വെളുത്തുള്ളി എന്തോരോ ഇത്? വെളുത്തുള്ളി ഇത് 20-22 അല്ലിയുണ്ട്. ഈ ഇഞ്ചി ഒരു മീഡിയം കഷ്ണം, പിന്നെ ഉള്ളി ഇട്ടു. ഉള്ളി ടേസ്റ്റിനല്ലേ? അപ്പോൾ നമുക്കത് നോക്കട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവോള ഇടാം അല്ലേ? ഇതാണ് 15 ചെറിയ സവോള. നന്നായിട്ട് വഴന്നു വന്ന സവോളയിലേക്ക് നമ്മൾ
ഒരു ശകലം മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിന് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി എന്നാ ഉള്ളത്? ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല. നല്ല മുളകിന്റെ കുത്തൽ വരുന്നുണ്ട്. പൊടികൾ നോക്കണമല്ലോ, നന്നായിട്ട് മൂത്ത് വേണം. ഇത് നോൺ സ്റ്റിക്കിന്റെ പോലത്തെ പാനാണോ? അതാണ് എണ്ണ പിടിക്കാതെ. അപ്പൊ അടി പിടിക്കത്തില്ല. ഇങ്ങനത്തെ പാത്രത്തിൽ യൂസ് ചെയ്യുവാണ്. നല്ല മുളകിന്റെ വാസന വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ വറ്റിച്ച് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വറ്റിയല്ലേ, അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഗോപ്രോയുടെ ചാർജ് പിന്നെയും തീർന്ന്. അതാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന റെഡ്മി നോട്ട് 7 Pro. നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ട്, അത് എങ്ങനെ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ വറ്റിച്ചത് ഫൈനൽ ആവുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. നമ്മുടെ സാധനം ഇങ്ങനെ കറുത്ത് വരട്ടിയ പോലെ വരും. ഇനിയിപ്പോൾ എന്നാ ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഒരല്പം ഇങ്ങനെ ഒഴിച്ച് കൂടി കൊടുക്കും. എന്നിട്ട് മിക്സ് ചെയ്യുക അല്ലേ? എന്നാ മണമെന്നറിയാം. കറിവേപ്പിലയും പച്ചമുളകും അല്ലേ? ഇങ്ങനെ അരിഞ്ഞ് അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ ടേസ്റ്റർ റിട്ടയർഡ് SP KK ചെല്ലപ്പനും സാറിന്റെ പ്രിയപത്നി വിലാസിനി ചെല്ലപ്പനുമാണ്. അച്ഛാ, ചിക്കൻ വരട്ട് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സൂപ്പർ കണ്ടല്ലോ. ഇതെന്നാ ഇതിന്റെ കണ്ടാൽ തന്നെ മതി, കഴിക്കണ്ട. ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ രസങ്ങളും അതിനകത്തുണ്ട്. ഇത് എല്ലാരും പറയുന്നുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന പകരം വേറെ ആരെങ്കിലും കൊണ്ട് ടേസ്റ്റ് ചെയ്യാം. ചേച്ചി എങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? സാധാരണ ഞാൻ ചിക്കൻ കഴിക്കാറില്ല, എനിക്ക് അലർജിയാണ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് എനിക്ക് ചിരിയെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നി. അത്രയ്ക്ക് സൂപ്പറാ. ഇങ്ങനെ മണിക്കൂറുകൾ എടുത്ത്. അതെ, ഏകദേശം 2-3 മണിക്കൂർ എടുത്തു ഇത് പ്രിപ്പയർ ആയി വരാൻ. ചിക്കൻ വരട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഇതുപോലത്തെ കിഡ്ലം വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. എൻ്റെ അമ്മോ, എന്നാ സാധനം!